പീരുമേട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയുടെ സാന്നിധ്യം. ജനവാസ മേഖലയിലെത്തിയ കാട്ടാന സബ് ട്രഷറിക്ക് സമീപം അയ്യച്ചാടി ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് റോഡിൽ പൂമല ഇന്ദ്രീസിന്റെ പുരയിടത്തിൽ വ്യാപക കൃഷിനാശം വരുത്തി. ഇത് 3ാം തവണയാണ് കാട്ടാന ഇതേ പുരയിടത്തിൽ കൃഷിനാശം വരുത്തുന്നത്. പീരുമേട് ജനവാസ മേഖലയിലെ വന്യമൃഗശല്യത്തിന് അറുതിയില്ലാതെ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം. പീരുമേട് സബ് ട്രഷറിക്ക് സമീപം അയ്യച്ചാടി ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് റോഡിൽ പൂമല ഇന്ദ്രീസിന്റെ പുരയിടത്തിലാണ് ഇന്ന് വെളുപ്പിന് 5 മണിയോടുകൂടി കാട്ടാനയെത്തി വ്യാപക കൃഷിനാശം വരുത്തിയിരിക്കുന്നത്. വീടിന് 10 അടി അകലത്തിൽ വരെ എത്തിയ കാട്ടാന ഇന്ദ്രീസിന്റെ പുരയിടത്തിലെ വാഴ, തെങ്ങ് തുടങ്ങിയ കൃഷിദേഹണ്ണങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. വെളുപ്പിന് 5 മണിയോടെ വലിയ ശബ്ദം കേട്ട വീട്ടുകാർ പുറത്തിറങ്ങി ടോർച്ചടിച്ചു നോക്കിയപ്പോൾ കാട്ടാന കൃഷിദേഹണ്ണങ്ങൾ നശിപ്പിക്കുന്നതായി കണ്ടിരുന്നു. ഇന്ദ്രീസിന്റെ പുരയിടത്തിലെ മതിൽ കടന്നാണ് കാട്ടാന പുരയിടത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. തുടർച്ചയായ കാട്ടാനകളുടെ ആക്രമണം മൂലം ഇന്ദ്രീസിന്റെ പുരയിടത്തിൽ ഒരു തെങ്ങും തൈത്തെങ്ങുകളും ഏതാനും വാഴകളും മാത്രമാണ് അവശേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം പീരുമേട് കച്ചേരിക്കുന്നിൽ ജയേഷിന്റെ പുരയിടത്തിലെത്തിയ കാട്ടാന വ്യാപക കൃഷിനാശം വരുത്തിയിരുന്നു. ജനസഞ്ചാരം ഏറെയുള്ള പീരുമേട് സബ് ട്രഷറി എക്സൈസ് ഓഫീസ്, അയ്യച്ചാടി സ്കൂൾ, ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ്, മരിയഗിരി സ്കൂൾ എന്നീ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന പ്രധാന പാതയിൽ തുടർച്ചയായി കാട്ടാനയുടെ സാന്നിധ്യമുണ്ടാവുന്നതോടെ പകലും രാത്രിയിലും ഏറെ ഭീതിയിലാണ് പ്രദേശവാസികൾ കഴിഞ്ഞുവരുന്നത്. പീരുമേട് ജനവാസ മേഖലയിലെ നിരന്തര വന്യമൃഗ ആക്രമണത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് CPIM-ന്റെ നേതൃത്വത്തിൽ വനം വന്യജീവി വകുപ്പ് റേഞ്ച് ഓഫീസറുടെ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്. റെജി ലൈവ് ഇവന്റ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.